വെച്ചിരിക്കുന്ന കണ്ണടയിൽ ചെറിയൊരു സ്റ്റെയിനോ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ചുറ്റും നിങ്ങൾ കാണുന്നതിലെല്ലാം ഈ സ്റ്റെയിനും സ്ക്രാച്ചും ഒക്കെ വരും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളുടെയും കാര്യം. നമ്മുടെ ചിന്തകളുടെ പാറ്റേണുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചുറ്റുമുള്ളതിനെയൊക്കെ നമ്മുടെ ജീവിതത്തെയൊക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിനെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നാണ് പറയുന്നത്, അഥവാ ചിന്താ വൈകല്യങ്ങൾ എന്നൊക്കെ ചില ആർട്ടിക്കിൾസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത 1-2 വീഡിയോസിൽ പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഓൾ ഓർ നൺ തിങ്കിങ് ആണ്. ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നും പറയും. അതായത് നമ്മളിപ്പോൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യം. ഇപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട്, ഒന്നെങ്കിൽ ഞാൻ 100% മാർക്ക് വാങ്ങും, എനിക്ക് 100% മാർക്ക് വാങ്ങാനുള്ള അത്രയും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എക്സാമേ എഴുതില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഇതേപോലെ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന, അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ലെസൺസ് എടുക്കാം എന്നുള്ളൊരു ഔട്ട്കം അദ്ദേഹത്തിന് ആക്സെപ്റ്റബിൾ അല്ല. ഇത് റിലേഷൻഷിപ്സിലാണെങ്കിൽ പല ആൾക്കാരും പറയാറുണ്ട്, ഒന്നെങ്കിൽ അവരുടെ പാർട്ട്ണർ 100% ബെസ്റ്റാണ്, ഇദ്ദേഹമാണ് ഏറ്റവും നല്ല ആൾ ലോകത്തിൽ, പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഇവർ അഭിപ്രായം മാറ്റും, അയാളെപ്പോലെ ഒരു കൊള്ളരുതാത്തവർ ഈ ലോകത്തേ ഇല്ല എന്ന് പറയും. അപ്പോൾ അതായത് ഇടയിലുള്ള ഗ്രേ സോൺസ് ഒന്നും നമുക്ക് കാണാനോ ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിൽ പക്ഷേ എല്ലാം ഇങ്ങനെ ബ്ലാക്ക് ഓർ വൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉള്ളവർക്ക് ലൈഫിൽ ഒരുപാട് ഉത്കണ്ഠയും അതേപോലെ തന്നെ പല അവസരങ്ങളും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. വളരെ കോമൺ ആയി കണ്ടുവരുന്ന മറ്റൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഓവർ ജനറലൈസേഷനാണ്. അതായത് എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടായാൽ അതിനെ പിടിച്ച് മറ്റെല്ലാത്തിലേക്കും ആൾ ജനറലൈസ് ചെയ്യാണ്. ഇപ്പോൾ ചില ടീച്ചർമാരുടെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, ഒരു കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഉടനെ ആ ടീച്ചർ പറയും ക്ലാസ് മൊത്തം ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അല്ലെങ്കിൽ ഒരു 10 പരീക്ഷ നമ്മൾ എഴുതി, അതിനകത്ത് ഒരു പരീക്ഷയിൽ മാത്രം മാർക്ക് കുറഞ്ഞ കുട്ടി പറയുകയാണ് എല്ലാ പരീക്ഷയിലും എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഇതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ഒരുപാട് ഉത്കണ്ഠയിലേക്കും ആശങ്കയിലേക്കും ഒക്കെ ഈ ഓവർ ജനറലൈസേഷൻ നമ്മളെ നയിക്കാം. വളരെ കോമൺ ആയി കാണുന്ന മറ്റൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ കാറ്റാസ്ട്രോഫൈസേഷൻ ആണ്. കാറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡിസ്റ്റോർഷൻ ഉള്ളവർക്ക് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അങ്ങേ തലക്കിലേക്കായിരിക്കും അവർ ആലോചിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ തലവേദന ഉണ്ടെങ്കിൽ അവർ ഉടനെ ആലോചിക്കുന്നത് ബ്രെയിൻ ട്യൂമറാണ്, ക്യാൻസർ ആണ്, തീർന്നു. ഒരു എക്സാമിന് ചെറുതായിട്ടൊന്ന് മാർക്ക് കുറഞ്ഞു, ലൈഫിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും, ഞാൻ എവിടെ എത്തില്ല, എൻ്റെ ലൈഫ് മൊത്തം ഒരു പരാജയമായിരിക്കും. അതായത് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഔട്ട്കമ്മിലേക്കാണ് ഇങ്ങനെയുള്ളവർ ആലോചിച്ചെത്തുന്നത്. അതേപോലെ നമ്മുടെ ലൈഫിൽ ചിലർ പലപ്പോഴും പലതിനും നമ്മൾ റൂൾസ് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ തന്നെ പഠിക്കണം, അവൾ എന്നോട് ഈ രീതിയിൽ തന്നെ പെരുമാറണം, എനിക്കത് തന്നെ വേണം. അതായത് ഒരുപാട് മസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും ഷുഡ് സ്റ്റേറ്റ്മെൻറ്റ്സും. മസ്റ്റ്, ഐ മസ്റ്റ് ഡു ദിസ്, ഷി ഷുഡ് ബിഹേവ് ലൈക്ക് ദിസ്. അങ്ങനെ ഒരുപാട് മസ്റ്റുകളുടെയും ഷുഡുകളുടെയും ഇടയിലൂടെ നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഓടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റൂൾസും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഉത്കണ്ഠയിലേക്കും ആശങ്കയിലേക്കും ഡിപ്രസീവ് തോട്ട്സിലേക്കും ഒക്കെ തള്ളിവിടുന്നതാണ്. അപ്പം ഇതെല്ലാം വളരെ കോമൺ ആയി കാണുന്ന ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ബാക്കിയുണ്ട്. എല്ലാം നമുക്കിങ്ങനെ വീഡിയോസിൽ ചർച്ച ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ കോമൺ ആയി കാണുന്ന ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നു, ചെറിയ ചില ടിപ്സ് കൂടെ ഉൾപ്പെടുത്താം.